വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം അവാർഡുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി, കറണ്ട് അഫയേഴ്സ് അല്ലാത്തത് കൂടി നമ്മൾ വയലാർ പുരസ്കാരം, അതും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, പിന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ചോദിക്കാറുള്ള അവാർഡുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ONV സാഹിത്യ പുരസ്കാരം, ജ്ഞാനപ്പാന പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം, സ്വാതി പുരസ്കാരം, കേരള കലാമണ്ഡലം ഫെലോഷിപ്പും കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോരെ? യെസ്, ഇത്രയും ടോപ്പിക് പഠിച്ചാൽ 1 മാർക്ക് നമുക്ക് എങ്ങനെയാണെങ്കിലും കിട്ടണം. യെസ്, ആ ഒരു അർപ്പണബോധത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എഴുത്തച്ഛൻ കൂടെ ഉണ്ടാവണേ കേട്ടോ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് റെസ്പോൺസീവ് ആയിട്ട് കൂടി ഉണ്ടാവണേ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം 2023 31ാമത്തെ, ഓക്കെ, 31ാമത്തെ പുരസ്കാരം. 23 31ാമത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് SK വസന്തനാണ് എന്ന് പഠിച്ചു. ഓക്കെ, SK വസന്തൻ. പ്രധാന കൃതികൾ, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചോദിക്കാറുണ്ട്. ഇപ്പൊ കൃതികളും എത്രാമത്തെയാണ്, ഏത് വർഷമാണ്, ആരാണ്, കൃതികൾ ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. യെസ്, അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഒന്ന് പഠിച്ചു നോക്കാം. ഒന്ന്, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. ഇനി അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി 2007 വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. ഇനി കൂടിയല്ല ജനിക്കുന്ന നേരത്തും, നമ്മൾ നടന്ന വഴികൾ, എന്റെ ഗ്രാമം, എന്റെ ജനത, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, കിഴക്കിന്റെ വെളിച്ചം, എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ വിവർത്തനമാണ് കിഴക്കിന്റെ വെളിച്ചം. ഇതൊക്കെ ആരുടെയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2023 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച SK വസന്തനാണ് എന്ന് പഠിച്ചു. ഓക്കെ, യെസ്, കൂടിയല്ല ജനിക്കുന്ന നേരത്തും, നമ്മൾ നടന്ന വഴികൾ, എന്റെ ഗ്രാമം, എന്റെ ജനത, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, കിഴക്കിന്റെ വെളിച്ചം. യെസ്, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഒരു വസന്തകാലത്താണ് നടക്കാൻ പോകുന്നത്. എങ്ങനെ? രാവിലെ കിഴക്കിന്റെ വെളിച്ചം വരുന്ന സമയത്ത് കേട്ടോ. യെസ്, അപ്പൻ തമ്പുരാൻ ഒരു പഠനം. ഓക്കെ, വിഷയം എന്താണ്? രാവിലെ നടക്കാൻ പോവാണ് അപ്പൻ തമ്പുരാനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എവിടെ? എന്റെ ഗ്രാമത്തിലൂടെ, എന്റെ ജനതകൾക്കിടയിലൂടെ, എന്റെ ഗ്രാമത്തിലൂടെ നാട്ടുകാരുടെ ഇടയിൽ കൂടെ നടക്കുകയാണ് നമ്മൾ നടന്ന വഴികൾ കേട്ടോ. ഓക്കെ, യെസ്. ഇനി കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പഠിച്ചു നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു നടത്തത്തിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, കിഴക്കിന്റെ വെളിച്ചം, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, എന്റെ ഗ്രാമം, എന്റെ ജനതയുടെ ഇടയിൽ കൂടെ എന്താണ് നമ്മൾ നടന്ന വഴികൾ, യെസ് എന്നുള്ളത് കൃതികളാണെന്ന് പഠിച്ചു നോക്കാം. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്നും പഠിച്ചു വെക്കാം കേട്ടോ. കിഴക്കിന്റെ വെളിച്ചം എന്ന് പറയുന്നത് എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ വിവർത്തനമാണ് എന്ന് പഠിച്ചു. അപ്പൊ ഒരു വസന്തകാലത്താണ്, കിഴക്കിന്റെ വെളിച്ചം വരുന്ന സമയത്തെ അപ്പൻ തമ്പുരാനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഗ്രാമത്തിലൂടെ, എന്റെ ജനതകൾക്കിടയിലൂടെ നമ്മൾ നടന്ന വഴികൾ എന്ന് പഠിച്ചു കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. വസന്തകാലത്താണ് എന്നുള്ളത് വസന്തന്റെ കൃതികളാണ് എന്നുള്ളതിലേക്കും കണക്ട് ചെയ്യണം. ഓക്കെ, എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എഴുത്തച്ഛൻ 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ് എന്ന് പഠിച്ചു വെക്കണേ. യെസ്, ഇനി കുറച്ച് അപ്പുറത്തെത്തിയിട്ട് റിവിഷൻ ചെയ്തിട്ട് പിന്നെ എടുക്കാം.
കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി 2007 വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ്. അതിന് തന്നെ 2013 കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതെന്താണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടുവാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കൃതികളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് കിട്ടിയ മറ്റു അവാർഡുകൾ കൂടി നമ്മൾ നോക്കുന്നു കേട്ടോ. 2007 വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും സമഗ്ര സംഭാവനയ്ക്ക് 2013 കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ, അദ്ദേഹത്തിന്റെ കൃതികളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് ഒരു ജനറൽ ഓവർവ്യൂ നോക്കിയാലോ. കേരള സാഹിത്യ അക്കാദമിയാണ് ഇത് നൽകുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരത്തിന്റെ സമ്മാനം. 93 മുതലാണ് നൽകി തുടങ്ങിയത്. ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള, ആദ്യമായി നേടിയ വനിത 95 ബാലാമണി അമ്മ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇതൊക്കെ പിന്നെ എല്ലാവരും പഠിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ. യെസ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സാഹിത്യ പുരസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതാണ്. 93 ആരംഭിച്ചത്. ശൂരനാട് കുഞ്ഞൻപിള്ളയാണെന്ന് കൊണ്ടുപോയത്. 95 ബാലാമണി അമ്മയാണ് ആദ്യത്തെ വനിത. 5 ലക്ഷം രൂപ കിട്ടും, പ്രശസ്തി പത്രവും കിട്ടും. കേരള സാഹിത്യ അക്കാദമിയാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം 2023 കിട്ടിയത് SK വസന്തനാണ് അല്ലെ. SK വസന്തനാണ്. കൃതികൾ ഏതൊക്കെയാ? കിഴക്കിന്റെ വെളിച്ചം, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, എന്റെ ഗ്രാമം എന്റെ ജനത, നമ്മൾ നടന്ന വഴികൾ അല്ലെ. പിന്നെ എന്തായിരുന്നു? കൂടിയില്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, അതിന് കിട്ടിയ പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പറയുന്ന 93 നൽകി തുടങ്ങിയത്. 95 ബാലാമണി അമ്മയ്ക്ക് ആദ്യത്തെ വനിതയ്ക്ക് കിട്ടി എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ 23 SK വസന്തനാണെന്ന് പറഞ്ഞു. 22 PSC ചോദിച്ചേക്കാം. സേതുവിന് 21 P വത്സല, 20 പോൾ സക്കറിയ. ഓക്കെ. 20 SK വസന്തൻ, 23 SK വസന്തൻ, 22 സേതു, 21 P വത്സല, 20 പോൾ സക്കറിയ എന്ന പോയിന്റും നോട്ട് ചെയ്തു കേട്ടോ. യെസ്, ഇതിൽ ഏതും ചോദിച്ചേക്കാം. SK വസന്തനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണ് നമ്മൾ കൃതികളും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ ഈ സെറ്റാണോ? 23 SK വസന്തൻ. ഇത് ഞാൻ മറന്നുപോകും, കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും എന്ന് വിചാരിച്ചിരിക്കാതെ ഇത് ഈ ക്ലാസ് തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ റിവിഷൻ ചെയ്യും. ക്ലാസ് തീർന്നാലും എന്റെ മനസ്സിൽ ഉണ്ടാവും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താ പഠിച്ചത്? 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് SK വസന്തന് കിട്ടിയത് 2023. അത് ഓക്കെ ആണോ? കേരള സാഹിത്യ അക്കാദമിയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ ആണോ? 93 ഇത് ആരംഭിച്ചത്. ഓക്കെ ആണോ? 95 ആദ്യത്തെ വനിതയ്ക്ക് കിട്ടിയത് ബാലാമണി അമ്മ. ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക്. ഓക്കെ ആണോ? എത്ര രൂപ കിട്ടും? 5 ലക്ഷം രൂപ കിട്ടും അല്ലെ. കേരള സാഹിത്യ അവാർഡുകളിൽ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലെ, അതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത്. പിന്നെ SK വസന്തൻ, സേതു, P വത്സല, പോൾ സക്കറിയ. ഓക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെയാണ്. ഇനി മറ്റേത് പറയുമ്പോ പഠിക്കുമ്പോ ഇത് പോവോ എന്നുള്ളതാണ് സംശയം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇടക്കിടക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ. യെസ് കേട്ടോ. അപ്പോ അടുത്തതിലേക്ക് പോകുന്നു. വയലാർ പുരസ്കാരം. ഓക്കെ. യെസ്, വയലാർ പുരസ്കാരം 2023 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. ഓക്കെ. ശ്രീകുമാരൻ തമ്പി. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് കേട്ടോ. സാഹിത്യ മേഖലയിലെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് കേട്ടോ. വിനീത. യെസ്. 2023 47ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 വയലാർ കേട്ടോ.
വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ന് പഠിച്ചു. ഇനി ജീവിതം ഒരു പെണ്ടുലം എന്നുള്ളതാണ് ഈ പറയുന്ന പുരസ്കാരത്തിനെ അർഹമാക്കിയ കൃതി. ആത്മകഥ ആണ് ജീവിതം ഒരു പെണ്ടുലം. അപ്പൊ 47ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത്തെ ആയിരുന്നു? എസ് കെ വസന്തന് കിട്ടിയത് 31ാമത്തെ. 30 സേതുവിന് കിട്ടുക, 29 പി വത്സലയ്ക്ക് കിട്ടുക കേട്ടോ, 28 എസ് പോൾ സക്കറിയക്ക് കിട്ടുക. അത് നമ്മൾ ആ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കണം കേട്ടോ. 47ാമത്തെ പുരസ്കാരമാണ് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയത്. തമ്പി ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥ. ഇതില് വയലാറിലെ ഏത് കൃതി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എഴുത്തച്ഛൻ പിന്നെ ഓവറോൾ പെർഫോമൻസ് ആണ് കേട്ടോ. ഓക്കെ. 2022 കിട്ടിയത് എസ് ഹരീഷ് മീശ കേട്ടോ. ഹരീഷ് മീശ. ഓക്കെ. അപ്പൊ ശ്രീകുമാരൻ തമ്പി പെണ്ടുലം കേട്ടോ. ഓക്കെ. തമ്പി പെണ്ടുലം. ഓക്കെ. ശ്രീകുമാരൻ തമ്പി പെണ്ടുലം എന്ന് വിളിച്ചു നോക്കുക. ജീവിതം ഒരു പെണ്ടുലം. ഓക്കെ. പെണ്ടുലത്തിലൊക്കെ കളിക്കുന്ന കുഞ്ഞു തമ്പികൾ നമുക്ക് കാണാൻ പറ്റൂ അല്ലെ. തമ്പി പെണ്ടുലം എന്ന് പഠിച്ചു നോക്കാം. ഹരീഷ് മീശ എന്ന് പഠിച്ചു. ഇനി 21 ബെന്യാമിനാണ് കൃതി. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ് കൃതി. ബെന്യാമിന്റെ കൃതി 21. 20 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നും പഠിച്ചു. ഓക്കെ. യെസ്, ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം 2020 എന്ന പോയിന്റ് പഠിച്ചു. അപ്പൊ 47 ഇങ്ങനെ വരും കേട്ടോ. 46, 45, 44 അങ്ങനെ വരും. ഓക്കെ. തമ്പി പെണ്ടുലം, ഹരീഷ് മീശ, ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതാണ് എസ് കെ വസന്തനാണ്. എന്റെ ഗ്രാമവും എന്റെ ജനതയും ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ഗ്രാമവും എന്റെ ജനതയും ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അതും എസ് കെ വസന്തന്റെ കൃതിയാന്ന് പഠിച്ചു നോക്കാം. എന്നാൽ 30ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതുവിനാണെന്ന് വിളിച്ചു നോക്കാം. അതിന് തൊട്ട് ബാക്കിൽ കിട്ടിയത്, അതായത് 29ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വത്സലയാന്ന് പഠിച്ചു നോക്കാം കേട്ടോ. 47ാമത് വയലാർ അവാർഡ് കിട്ടിയ ശ്രീകുമാരൻ തമ്പി, കൃതി ജീവിതം ഒരു പെണ്ടുലം. ഓക്കെ. എസ് ഹരീഷ് മീശ, ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നും പഠിച്ച് കേട്ടോ. കൃതികൾ എല്ലാവരുടെയും കൃതികൾ പഠിക്കുമ്പോ നമുക്ക് തിരുവോ? യെസ്, അത് നിങ്ങൾ സെൽഫ് റിസ്ക് എടുക്കുക കേട്ടോ. ഇപ്പൊ ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു 10 കൃതി, സേതുവിന്റെ ഒരു 15 കൃതി, ബെന്യാമിന്റെ ഒരു 20 കൃതി ഒക്കെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. പക്ഷെ അത് മലയാള സാഹിത്യത്തിലെ ടോപ്പിക് അല്ലേ കേട്ടോ. യെസ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ കൂട്ടത്തിലെ, നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി നോക്കി പോണം, റിസർച്ച് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ എവിടെ എത്തൂല. നമ്മൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു സാഹചര്യം. അപ്പൊ 47, 46, 45, 44 തമ്പി, ഹരീഷ്, ബെന്യാമിൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഓക്കെ. ആസ്പദമാക്കിയ കൃതിയും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ എടുത്തു. എത്ര രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാന തുകയായിട്ട് കിട്ടുക? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാന തുകയായിട്ട് 5 ലക്ഷം രൂപ കിട്ടും. എന്നാൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് നൽകുന്നത് വയലാർ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആരാ കൊടുക്കുന്നത്? കേരള സാഹിത്യ അക്കാദമിയാണ് കൊടുക്കുന്നത് അല്ലെ. കേരള സാഹിത്യ അക്കാദമിയാണ് കൊടുക്കുന്നത്. ഇവിടെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് വയലാർ പുരസ്കാരം കൊടുക്കുന്നത്. 1 ലക്ഷം രൂപയും വെങ്കല ശില്പവും. കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച, അവിടെ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രമായിരുന്നു. ഇവിടെ 1 ലക്ഷം രൂപയും വെങ്കല ശില്പവും. വയലാർ പുരസ്കാരം 1977 നൽകി തുടങ്ങിയത്. ഓക്കെ. ആദ്യമായി നേടിയത് ലളിതാംബിക അന്തർജനം. യെസ്, ഇത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ആയി വന്നതാട്ടോ. ഓക്കെ. ഈ പോയിന്റ് അവിടെ വേണ്ടേ. ലളിതാംബിക അന്തർജനം ഏത്? 1977 വയലാർ അവാർഡ് ലഭിച്ചത്
യെസ്, വയലാർ അവാർഡ് ആദ്യമായി നേടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ലളിതാംബിക അന്തർജനം എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, ലളിതാംബിക അന്തർജനമാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് നേടിയത്. 1977 എന്ത് ചെയ്തത്? യെസ്, 77 നൽകി തുടങ്ങിയത്, വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് എന്ന് പഠിച്ചു വെക്കാം. ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത് എന്ന് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ആർക്കാണ് ഈ വർഷത്തെ കിട്ടിയത്? 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ തമ്പിനെ നമ്മൾ അങ്ങനെ വിടാൻ പറ്റൂല. ശ്രീകുമാരൻ തമ്പിക്ക് അടുത്തിടെ ലഭിച്ച മറ്റു പുരസ്കാരങ്ങൾ നമ്മൾ ആ ഓർഡറിൽ ഒന്ന് പോയി നോക്കുക. ഓക്കെ, തെക്കനപ്പൻ പുരസ്കാരം 2023 തെക്കനപ്പൻ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും സംയുക്തമായി ഏർപ്പെടുത്തിയ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്കാണ്. 20 ആദ്യത്തെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 21 ആദ്യ അർജുനൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്ക്. 22 രവീന്ദ്ര പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്ക്. ഓക്കെ, യെസ്. അപ്പോ 47ാമത് വയലാർ അവാർഡ് ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി. കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരു പെണ്ടുലം, ഒരു ആത്മകഥാംശമാണ് എന്ന് വെച്ചു. ഇനി അദ്ദേഹത്തിന് 2023 വയലാർ അവാർഡ് ലഭിച്ച ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ച മറ്റു അവാർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തെക്കനപ്പൻ പുരസ്കാരം 23 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകി വരുന്ന, കേരള സർക്കാരും കൂടെ സംയുക്തമായി നൽകി വരുന്ന ഹരിവരാസനം പുരസ്കാരം. ഇങ്ങനെ ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഇതുപോലെ തന്നെ ചോദിച്ചേക്കാം. ശ്രീകുമാരൻ തമ്പിക്ക് 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചു. മറ്റു പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന് ലഭിച്ച മറ്റു പുരസ്കാരങ്ങൾ ഏതെല്ലാം എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം കേട്ടോ. 2020 ആദ്യത്തെ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം, 21 ആദ്യത്തെ അർജുനൻ മാസ്റ്റർ പുരസ്കാരം, ആദ്യത്തെ ആയതുകൊണ്ട് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ. 22 രവീന്ദ്ര പുരസ്കാരവും ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന പോയിന്റും അവിടെ സെറ്റാക്കി പഠിച്ച് വെക്കാം. യെസ്, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഹാഫില് ഈ രണ്ടെണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടേ നമ്മൾ അടുത്തേക്ക് പോകുന്നുള്ളൂ. നിങ്ങളുണ്ടോ കളിക്കുകയും? നിങ്ങളുണ്ടോ കളിക്കുകയും? ഓക്കെ, പോവാം പോവാം. യെസ്, പോവാം. ഈ രണ്ടെണ്ണം എഴുത്തച്ഛനും വയലാറും. ആ ബുക്കൊന്ന് അടച്ചു വെച്ചേ. ബുക്കൊന്നില്ല സാർ, ബുക്കില്ലേ? ബുക്ക് വേണേ, ഇല്ലെങ്കിൽ അവിയലാവും അവസാനം കേട്ടോ. ബുക്ക് വേണേ, ഇല്ലെങ്കിൽ അവിയലാവേ. ഒന്നാമത്തെ ചോദ്യം, ആരുടെയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ? ആരുടെയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ? എഡ്വിൻ അർണോൾഡ് എന്ന് മനസ്സിലേക്ക് വന്ന ആളുകൾക്ക് ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഒരു മാർക്ക് കിട്ടി എന്ന് ഇതാക്കാം. നമുക്ക് എക്സാമിന് ആയിക്കോട്ടെ അല്ലെ. 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. എഡ്വിൻ അർണോൾഡ് കിട്ടിയ ആളുകൾക്ക് ഒരു മാർക്ക്. അവിടെ വേണ്ട, അത് ഇവിടെ നമുക്ക് ചെയ്യാം അല്ലെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് വിഷയം. 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് വിഷയം. യെസ്, സേതുവിനാണ് 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതുവിനാണ് എന്ന് പഠിച്ചു. 2022 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2022 47, 46 വയലാർ അവാർഡ്. യെസ്, ഹരീഷ് ആണ്. മീശ എന്ന് കിട്ടണം. കിട്ടൂലേ? കിട്ടണം, കിട്ടും. ഓക്കെ, ഇനി 2020 ആദ്യ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2020 ആദ്യ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് അതെ നമ്മുടെ 47ാമത് വയലാർ അവാർഡ് ലഭിച്ച യെസ് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ന് പഠിച്ചു. ശ്രീകുമാരൻ തമ്പി കിട്ടൂലേ? യെസ് കിട്ടണം. ഇനി എത്ര രൂപയാണ് വയലാർ അവാർഡിന്റെ സമ്മാന തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലാർ അവാർഡിന്റെ സമ്മാന തുക എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമന്റെ വെങ്കല ശില്പവുമാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. കിട്ടിയോ? ഈ എഴുത്തച്ഛനും വയലാറും ഒക്കെയാണോ? 31, 30, 29, 28. ഇവിടെ 47, 46, 45, 44 അല്ലെ? SK വസന്തനെ, സേതു, P വത്സര, പോൾ സക്കറിയ. ഇവിടെ പിന്നെ ശ്രീകുമാരൻ തമ്പിക്ക് ശേഷം ആരാണ്? S ഹരീഷ് ആണ്, മീശ, പിന്നെ ബെന്യാമിൻ ആണ്, പിന്നെ ഏഴാച്ചേരി രാമചന്ദ്രൻ. കിട്ടൂലേ? യെസ് ഓക്കെ. അപ്പൊ 2 നമ്മൾ അടച്ചു, പഠിച്ചു, പോക്കറ്റിലാക്കി കേട്ടോ. ഇനി അതിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വർത്താനവും ഇല്ല കേട്ടോ. 2 നമ്മുടെ പോക്കറ്റിലായി. ഇനി നമ്മൾ എന്താണ് അതിനെ കുറിച്ച് ഇന്ന് അവസാനം ലാസ്റ്റ് റാപ്പിഡ് ഫയറിലെ റിവിഷൻ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മൈൻഡിലുണ്ട്, നമ്മുടെ പോക്കറ്റിലുണ്ട് എന്ന് ചിന്തിച്ചോളാം കേട്ടോ. വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ ഭാഗ്യം ചെയ്ത പുരസ്കാരമാണ് അല്ലെ? അതായത് അപ്ഡേഷൻ ഇല്ല. 19ലാണ് വള്ളത്തോള് ലാസ്റ്റ് വന്നിട്ടുള്ളത്. കൊറോണയ്ക്ക് ശേഷം ഇവര് കൊടുക്കാൻ മറന്നു തോന്നുന്നു. വള്ളത്തോൾ പോൾ സക്കറിയ ആണ് എന്ന് വിളിച്ചു. പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടി 19 തന്നെ ചോദിക്കുകയുള്ളൂ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വരെ 19 വള്ളത്തോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 18 M മുകുന്ദനാണ്, 17 പ്രഭാവർമ്മയാണ്, 16 നമ്മുടെ ശ്രീകുമാരൻ തമ്പി എന്ന് വിളിച്ചു. ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. 19ഉം അറ്റ്ലീസ്റ്റ് 18ഉം 19ഉം എങ്കിലും നോക്കിയാൽ മതി. വള്ളത്തോൾ പോൾ സക്കറിയ, 18 M മുകുന്ദൻ എന്നും നോട്ട് ചെയ്തു. ഓക്കെ യെസ്. അപ്പൊ അവിടെ എഴുത്തച്ഛൻ സെറ്റ് അല്ലേ? SK വസന്തൻ, സേതു, P വത്സല, പോൾ സക്കറിയ. ഓക്കെ യെസ്. ഇനി വയലാർ ആണെങ്കിലോ ശ്രീകുമാരൻ തമ്പി, S ഹരീഷ്, ബെന്യാമിൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 23, 22, 21, 20 സെറ്റ് അല്ലേ? യെസ്. ഇവിടെ 19ൽ പോൾ സക്കറിയ, 18ൽ M മുകുന്ദൻ കേട്ടോ. യെസ്. ഇനി പോൾ സക്കറിയയുടെ പ്രധാന കൃതികൾ, എല്ലാവരുടെയും കൃതികൾ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുറച്ചു പേരുടെ കൃതിയൊക്കെ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. ഓക്കെ യെസ്. ഇയാൾ ഇനി മുഴുവൻ പഠിപ്പിക്കൂല എന്ന് കമന്റ് വരുമോ? യെസ്, അത് കഴിയൂല. അത് മലയാള സാഹിത്യത്തിലെ ടോപ്പിക്കാണ്, കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക് അല്ല അത് കേട്ടോ. അത് നിങ്ങളെ അഡീഷണൽ വായന കൊണ്ടുവരിക. അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും ഒരു ചെറുകഥാ സമാഹാരമാണ്. ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം? ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും. ഇതാണ് എന്റെ പേര്. എല്ലാം വെറൈറ്റി പേരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പോൾ സക്കറിയുടെ പ്രധാന കൃതികൾ: അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും ചെറുകഥാ സമാഹാരം. ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം? ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും, ഇതാണ് എന്റെ പേര്. ഇതൊക്കെയാണ് പോൾ സക്കറിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ. അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം, ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും കേട്ടോ. ഇതാണ് എന്റെ പേര്. യെസ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. പോൾ സക്കറിയ 19ൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു. പോൾ സക്കറിയ കൃതികൾ എഴുതി വെക്കാം. വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് എഴുതി വെച്ചില്ല സാർ. ഓക്കെ, എഴുതിക്കോളൂ. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സിലേക്ക് ഇന്ന് 29ാം തീയതിയായി. 1ാം തീയതിയാണ് നമ്മുടെ കോഴ്സ് തുടങ്ങിയത്. ഇന്നും ഒരാൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അഡ്മിഷൻ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് കാണേണ്ടി വരുന്നേ ഉള്ളൂ അല്ലെ? യെസ്. പിന്നെ അവസാനത്തെ 2 ക്ലാസ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനിൽ കാണാനില്ല എന്ന് പറഞ്ഞത് കേട്ടു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. എന്നിട്ട് അത് നമ്മുടെ ലൈവ് റെക്കോർഡിങ്സിന്റെ സെഷനിൽ ഉണ്ടാവും. ലൈവിലെ ഇല്ലാത്തേ ഉള്ളൂ, റെക്കോർഡിങ്സിന്റെ സെഷനിൽ താഴെ ഉണ്ടാവും കേട്ടോ.
അതെന്താന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ ക്ലാസ് ക്ലോസ് ചെയ്തിട്ടും ഞാനിവിടെ ഓരോരുത്തരെ ഫോം വിളിക്കുന്നതൊക്കെ അതിനകത്ത് റെക്കോർഡായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. 3-3.5 മണിക്കൂർ നേരം ഉണ്ടായിരുന്നു അല്ലെ, ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനത് കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് റെക്കോർഡിങ്സിൽ ഉണ്ടാവില്ല, താഴെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഇത് നൽകുന്നത്. ഓക്കെ. യെസ്, നോക്കിയേ, നമ്മുടെ വയലാർ പുരസ്കാരം വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയാണ്. ഇനി നമ്മുടെ വള്ളത്തോൾ പുരസ്കാരം ആരാ നൽകുന്നത്? വള്ളത്തോൾ സാഹിത്യ സമിതി. 1991 സ്റ്റാർട്ട് ചെയ്തത്. പുരസ്കാര തുക വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം. 1,11,111 രൂപയാണ്. രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനത്തുക. ആദ്യമായി നേടിയത് പാലാ നാരായണൻ നായർ. ആദ്യമായി നേടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണിയമ്മ 93 എന്നും പഠിച്ചു. ഓക്കെ. യെസ്. അപ്പൊ ആരാ കൊടുക്കുന്നത്? എത്ര രൂപയാണ്? എന്നാ തുടങ്ങിയത്? ആദ്യമായി നേടിയത് പുരുഷൻ ആരാണ്, വനിത ആരാണ് എന്നുള്ളത് കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പഠിച്ചു എന്ന് വിചാരിക്കുക. കാരണം വള്ളത്തോളും വയലാറും എഴുത്തച്ഛനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ള എന്ന് പഠിച്ചു നോക്കാം. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനം എന്ന് പഠിച്ചു നോക്കാം. ഇനി വള്ളത്തോൾ അല്ല, വയലാർ കേട്ടോ. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലാ നാരായണൻ നായർ. ആദ്യമായി നേടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണിയമ്മ എന്ന് പഠിച്ചു കേട്ടോ. അപ്പൊ അതും ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 29ാമത് ആ പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്തില്ല കേട്ടോ. 29 കേട്ടോ. 31 എഴുത്തച്ഛൻ, 47 വയലാറെ, 29 വള്ളത്തോൾ. 29 വള്ളത്തോളാണ് എന്ന് പഠിച്ചു കേട്ടോ. ഇത് 47 വയലാറ് തുടങ്ങിയിട്ട് വർഷം എത്രയായി? വയലാറ് 1977 തുടങ്ങിയത്. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനം അല്ലെ, 77 തുടങ്ങിയത്. അതുകൊണ്ട് 47 ഇത് രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. ഇത് 93 നൽകി തുടങ്ങിയത്. 93 ഏത് എഴുത്തച്ഛനും അതേപോലെ തന്നെ വയലാറ് 91 നൽകി തുടങ്ങിയത് കേട്ടോ. വള്ളത്തോളെ 91 നൽകിയത്. എഴുത്തച്ഛൻ 93 നൽകിയത്. വയലാർ 1977. ഓക്കെ. പക്ഷെ ഈ വള്ളത്തോളെ ഇടയിൽ മുങ്ങുന്നുണ്ട്. യെസ്. ഇപ്പൊ 2 വർഷമായിട്ട് കാണാനേ ഇല്ല അല്ലെ. യെസ്. അപ്പൊ അത് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ പോൾ സക്കറിയുടെ കൃതികൾ നമ്മൾ പഠിച്ചത് അൽഫോൺസാമയുടെ മരണവും ശവസംസ്കാരവും, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം, ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും, ഇതാണ് എന്റെ പേര് എന്നും പഠിച്ചു കേട്ടോ. യെസ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം. എഴുത്തച്ഛൻ, വയലാറ്, വള്ളത്തോള് പോക്കറ്റിലായി എന്ന് വിചാരിക്കുന്നു. റിവിഷൻ വേണേ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിവിഷൻ വേണേ. ഓടക്കുഴൽ പുരസ്കാരം 2023 51ാമത് PN ഗോപികൃഷ്ണൻ ആണ് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് എന്ന് പഠിച്ചു നോക്കാം. PN ഗോപികൃഷ്ണൻ. ചിലർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. 53ാമത് ഓടക്കുഴൽ പുരസ്കാരം PN ഗോപികൃഷ്ണൻ. നോക്കി നിങ്ങളെ, ഓടക്കുഴലല്ലേ? എസ്. ഗോപികൃഷ്ണൻ കണക്ട് ചെയ്തൂടെ? കവിത കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് കവിത മാംസഭോജിയ. കവിത മാംസഭോജിയ. ഗോപികൃഷ്ണൻ. ഇനി 22 അംബികാസുധൻ മാങ്ങാട്. കൃതി ഏതാ? പ്രാണവായു. 21 സാറാ ജോസഫ്. കൃതി ഏതാ? ബുധിനി. അയ്യോ, ബുധിനി. ഫോൺ ഓഫ് ആയല്ലോ. കമന്റ് കാണണമെങ്കിൽ, നിങ്ങളുടെ കമന്റ് കാണണമെങ്കിൽ. യെസ്. 19 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 കൊറോണ കാരണം കൊടുത്തില്ല. N പ്രഭാകരൻ. കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മായാ മനുഷ്യൻ എന്ന് പഠിച്ചു കേട്ടോ. മായാ മനുഷ്യൻ എന്നും പഠിച്ചു.
ഓക്കെ, 19 കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 19 ആർക്കാ കിട്ടിയത്? എൻ പ്രഭാകരന്. കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാമനുഷ്യൻ എന്നും ചോദിച്ചു. ഓക്കെ, ഓടക്കുഴലും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കണേ. 53 2023 53 കണക്ട് ചെയ്യാം. PN ഗോപികൃഷ്ണൻ കേട്ടോ, ഓടക്കുഴലാണല്ലോ, ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്നുള്ളതാണ് കൃതി എന്ന് പഠിച്ചു വെക്കാം. 22 അംബികാസുധൻ മാങ്ങാടെ പ്രാണവായു കേട്ടോ. ഓക്കെ, യെസ്, പ്രാണവായു എന്ന് പഠിക്കാം. സാറാ ജോസഫിന്റെ ബുധിനി കേട്ടോ, ബുധിനി എന്ന് പഠിച്ചു വെക്കാം. എൻ പ്രഭാകരൻ മായ മനുഷ്യൻ എന്നും നോട്ട് ചെയ്തു. ഒന്ന് എഴുതിയെടുക്കാമോ? 2023 53 കേട്ടോ. അപ്പൊ എഴുത്തച്ഛൻ നോക്കിയേ 31, വയലാറോ 47, വള്ളത്തോളോ 19 കൊടുത്തത് 29, ഓടക്കുഴൽ 53 കേട്ടോ. ഡേറ്റ് അല്ലെങ്കിൽ എത്രാമത്തെയാണെന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. PSC അങ്ങനെയാണ് അധികവും ചോദിക്കുക. അവാർഡൊക്കെ ആകുമ്പോ വർഷത്തേക്കാൾ കൂടുതൽ എത്രാമത്തെയാണെന്നുള്ളത് ചോദിക്കാനാണ് ഇപ്പൊ കുറച്ചായിട്ട് സാധ്യത കൂടുതല്. അപ്പൊ ആ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പൊ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് കേട്ടോ. യെസ്, ഓക്കെ, ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. യെസ്, പിന്നെ അംബികാസുധൻ മാങ്ങാടെ പ്രാണവായു, സാറാ ജോസഫ് ബുധിനി, എൻ പ്രഭാകരൻ മായാമനുഷ്യൻ എന്നും പഠിച്ചു കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ഓക്കെ കേട്ടോ. എഴുതി വെക്കണേ. യെസ്, എഴുതി വെക്കാതിരിക്കരുതേ, എന്തായാലും എഴുതി വെക്കണം. അപ്പൊ വള്ളത്തോളിന്റെ എത്രയാണ്? 2 കഴിഞ്ഞേ ഉള്ളൂ. ഈ 2 നമ്മൾ സെറ്റ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വള്ളത്തോളിന്റെ സമ്മാന തുക എത്രയാണ് എന്ന് ചോദിച്ചു. വള്ളത്തോളിന്റെ സമ്മാന തുക, എഴുത്തച്ഛൻ 5 ലക്ഷം രൂപ, വയലാർ 1 ലക്ഷം രൂപ, വള്ളത്തോളെ 1,11,121 അല്ലെ? 29ാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ എന്ന് വിളിച്ചു. പിന്നെ M മുകുന്ദനെ ജസ്റ്റ് ഒന്ന് അവിടെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ ഇട്ട് വെക്കാം അല്ലെ? യെസ്. ഇനി ആർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി കിട്ടിയത്? പാലാ നാരായണൻ നായരെ, വനിത ബാലാമണിയമ്മ എന്നും പഠിച്ചു. ഓക്കെ, വള്ളത്തോള് വലിയ കാര്യമായിട്ട് ആളുകളുടെ പേര് വല്ലാണ്ട് നമ്മൾ പഠിച്ചു ഫോക്കസ് ചെയ്തില്ല. പക്ഷെ ഓടക്കുഴലിൽ അങ്ങനെയല്ല ഉണ്ട് കേട്ടോ. ആദ്യം ഗോപികൃഷ്ണൻ വായിക്കുന്നു, പിന്നെ മാങ്ങക്കെട്ട് എറിയുന്നു ഒരു ബുധനാഴ്ച, പിന്നെ ആവിയായി മായാ മനുഷ്യനായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഇങ്ങനെ കേട്ടോ. ഗോപികൃഷ്ണൻ വായിച്ചു കഴിഞ്ഞ് വിശന്നു, മാങ്ങ തിന്നാൻ പോയി, ഒരു ബുധനാഴ്ചയാണ് പോയത്. പിന്നെ എന്താണ്, അന്ന് ആവിയായി പോയി, മായാ മനുഷ്യൻ എന്നോർത്ത് വെച്ചാല് അതിനകത്തുനിന്ന് ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടും കേട്ടോ. ഗോപികൃഷ്ണൻ മാങ്ങ, അംബികാസുധൻ മാങ്ങാടെ ബുധിനി എന്നുള്ളത് സാറാ ജോസഫിന്റെ ആണെന്നുള്ളത് കിട്ടും. മായാമനുഷ്യൻ എൻ പ്രഭാകരൻ എന്നും എന്ത് ചെയ്യാം, അവിടെ പഠിച്ച് വെക്കാം കേട്ടോ. ഗോപികൃഷ്ണൻ, ഞാൻ ഇങ്ങനെയാ ഓർത്തത്, ഗോപികൃഷ്ണൻ മാങ്ങക്കെറിഞ്ഞു, എന്നിട്ട് ഒരു ബുധനാഴ്ചയാണ്, എന്നിട്ട് എറിഞ്ഞതിന് ശേഷം മായയായി പോയി കേട്ടോ. മായാമനുഷ്യൻ എൻ പ്രഭാകരന്റെ ആണെന്ന് കിട്ടും. ബുധിനി പിന്നെ കേട്ടാൽ തന്നെ സാറാ ജോസഫ എന്നുള്ളത് കിട്ടും. പ്രാണവായു മാങ്ങാടെ, ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്നും ഓർത്ത് വെക്കാം. ജസ്റ്റ് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. യെസ്. അപ്പോ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയത് പാലാ നാരായണൻ നായരാണ്. വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലാമണിയമ്മ എന്ന് പഠിച്ചു കൊടുക്കാം. എന്നാണ് വള്ളത്തോൾ നൽകി തുടങ്ങിയത്? ചോദിച്ചു കഴിഞ്ഞാൽ 1991 നൽകി തുടങ്ങിയത് എന്ന് പഠിച്ചു കേട്ടോ. 91 നൽകി തുടങ്ങിയത് വള്ളത്തോൾ പുരസ്കാരം. ഓക്കെ, യെസ്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇയാളെ കുറിച്ച് ചിലപ്പോ ചോദിക്കും. PN ഗോപികൃഷ്ണൻ രചിച്ച മറ്റു കൃതികൾ. കാരണം പുതിയ ആളല്ലേ, ഗോപികൃഷ്ണനെ വലിയ പരിചയമില്ലല്ലോ. അപ്പൊ ആളുടെ കൃതി ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. കവിത മാംസഭോജിയാണ്, അത് സെറ്റാണല്ലോ അല്ലെ? മടിയരുടെ മാനിഫെസ്റ്റോ വേണോ? മടിയരുടെ മാനിഫെസ്റ്റോ. കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചാണ്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട്, നോട്ടൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, പിന്നെ പഠിക്കാൻ മടിയാണ്, എന്ത് ചെയ്യും സാർ? ആള് ക്ലാസ്സിൽ ഉണ്ടെങ്കിലേ ആളോട് പറഞ്ഞ മറുപടി ഞാൻ എല്ലാരോടും കൂടെ പറയാണ്. യെസ്, എന്താണ്, നിങ്ങൾക്ക് മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ജോലി കിട്ടൂല എന്ന് ഒറ്റ അടിക്ക് അങ്ങ് പറഞ്ഞപ്പോ ആള് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പറഞ്ഞു പഠിച്ചോളാന്ന്.
യെസ്, അതായത് ജീവിതത്തിൽ നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള ഏതെങ്കിലും പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തോ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവസാന നിമിഷം ഓടിയെത്തി എങ്ങനെയെങ്കിലൊക്കെ എഴുതി പാസ്സാവാം. പക്ഷെ ഇതില് ഓരോ മിനിറ്റും ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ്. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് മുയൽ അങ്ങ് ഓടിപ്പോവും. നിങ്ങൾ ആമയെ പോലെ അവിടെ സ്ലോ ആവും. പിന്നെ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ മുയൽ അവിടെ ഉറങ്ങണം. പക്ഷെ കേരള PSCക്ക് പഠിക്കുന്ന മുയലുകൾ ഒന്നും ഉറങ്ങൂല. അവർ ചാടി ചാടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ ഒപ്പം എത്തണം എന്നുണ്ടെങ്കിൽ മടിയനായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും അതിശക്തമായിട്ട് തന്നെ പഠിക്കണം. കവിത മാംസഭോജിയാണ്, മടിയൻ. ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ അതിരപ്പള്ളിക്കാട്ടിൽ ഇടിക്കാലൂഴി പനമ്പട്ടടി കവിതയാണ്. 2014 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കവിത മാംസഭോജിയാണ്, മടിയരുടെ മാനിഫെസ്റ്റോ, ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ അതിരപ്പള്ളിക്കാട്ടിൽ ഇടിക്കാലൂഴി പനമ്പട്ടടി. ഇതൊക്കെ എന്താണ് അല്ലെ? ഇടിക്കാലൂരി പനമ്പട്ടടി. യെസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പഠിച്ചു. ഓക്കെ, യെസ്, ഓക്കെ ആണോ? കവിത മാംസഭോജിയാണ് എന്ന് പഠിച്ചു. ഓക്കെ, യെസ്. അപ്പോ PN പണിക്കരുടെ കൃതികൾ ഏതൊക്കെയാണ്? PN പണിക്കരുടെ കൃതികൾ കവിത മാംസഭോജിയാണ്, മടിയരുടെ മാനിഫെസ്റ്റോ, ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, അതിരപ്പള്ളിക്കാട്ടിൽ. യെസ്, ഗോപികൃഷ്ണൻ കേട്ടോ. ഗോപികൃഷ്ണന്റെ കൃതികളാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. നല്ല മടി പിടിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ, ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആതിരപ്പള്ളിക്ക് ഒരു ടൂർ പോയി. എന്നിട്ട് ഒരു പനയുടെ മുകളിൽ ഇരുന്ന് ഒരു കവിത അങ്ങ് എഴുതി. പറ്റുവാണെങ്കിൽ എടുത്തോളുക കേട്ടോ. ഗോപികൃഷ്ണൻ രചിച്ച കൃതികളെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത്, അപ്പൊ ബാക്കി കോഡിന്ന് കിട്ടിക്കോളും, ബാക്കി ഓപ്ഷനകത്ത് നിന്ന് കിട്ടിക്കോളും കേട്ടോ. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആതിരപ്പള്ളിക്ക് ഒരു ടൂർ പോയി പനയുടെ മുകളിൽ ഇരുന്ന് കവിത അങ്ങ് എഴുതി. കവിത മാംസഭോജിയാണ്. പന എന്നുള്ളത് ഇവിടെ കെട്ടണേ, പനമ്പട്ടടി കേട്ടോ. അതിരപ്പള്ളി, ദൈവത്തെ, മടിയന്മാരെ അങ്ങനെയൊക്കെ അങ്ങനെ ആക്കിയിട്ട് അങ്ങ് കിട്ടണം കേട്ടോ. ഗോപികൃഷ്ണന്റെ കൃതികൾ കേട്ടോ. മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആതിരപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ട് വിട്ടു. പനയുടെ മുകളിൽ ഇരുന്ന് ഒരു കവിത അങ്ങ് എഴുതി. എന്നിട്ട് അത് തിന്നു. മാംസഭോജി കേട്ടോ. യെസ്, കൃഷ്ണ എന്ന് വിളിച്ചു അല്ലെ? അത് കഴിച്ചതിന് ശേഷം ആയിക്കോട്ടെ. ഗോപികൃഷ്ണൻ കേട്ടോ. ഗോപികൃഷ്ണന്റെ കൃതികളാണ്. ചോദിച്ചേക്കാം, പുതിയ ആളായതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 23:57 ഗോപികൃഷ്ണൻ, 22:56 ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാങ്ങാട്, അംബികാസുധൻ മാങ്ങാട്. 21:55 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാങ്ങ തിന്നിട്ട് ബുധിനി. ആരാണ് ബുധിനി? സാറാ ജോസഫ് അല്ലെ? സാറാ ജോസഫ് ബുധിനി എന്ന് പഠിച്ചു. പിന്നെ മായാമനുഷ്യൻ N പ്രഭാകരൻ 54:20. ഇങ്ങനെ കിട്ടൂലേ? കിട്ടണം. ഓക്കെ, അതായത് സാഹിത്യ അവാർഡുകൾ ഇതുവരെ ഒരു ധാരണയില്ലാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ അവാർഡുകൾ പഠിക്കുന്നത് എന്നുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഏകദേശം ഇതുവരെയൊക്കെ പഠിച്ചു കഴിഞ്ഞ പരീക്ഷയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് പക്കാ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. സോറി 53, 52, 51, 50 തിരുത്തുന്നു കേട്ടോ. 53 ഞാൻ എഴുതിയത്. ആദ്യം 57 ആയതുകൊണ്ട് പിന്നെ എല്ലാം തെറ്റി. 53, 52, 51, 50 കേട്ടോ. യെസ്, തിരുത്തി വരുന്നുണ്ട്. ഓടക്കുഴലിന്റെ സമ്മാനത്തുകയൊക്കെ അടുത്ത പേജിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ ഗോപികൃഷ്ണന്റെ കൃതികളെ പഠിച്ചിട്ടുള്ളൂ. വെറുതെ മടി പിടിച്ചിരിക്കുമ്പോ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആതിരപ്പള്ളി പോയിട്ട് പനയുടെ മുകളിൽ കവിത എഴുതി പോവാ അല്ലെ? കൃഷ്ണ എന്നങ്ങ് വിളിച്ചു അല്ലെ? ഗോപികൃഷ്ണ എന്ന് വിളിച്ചു. ഓക്കെ, യെസ്, തിരുത്തി. യെസ്, ഓക്കെ. 53 ഗോപികൃഷ്ണൻ, 52 അംബികാസുധൻ മാങ്ങാട്, 51 സാറാ ജോസഫ്, 50 N പ്രഭാകരൻ എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സെറ്റായോ? ഓടക്കുഴൽ G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ പറയുന്ന ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത്. 1969 ഇത് നൽകി തുടങ്ങിയത്. ആദ്യമായി നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആദ്യമായി നേടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനത്തിന് അവിടെ വയലാറും കിട്ടിയിരുന്നു, ഇവിടെ ഓടക്കുഴലും കിട്ടിയിരുന്നു വനിതയ്ക്ക്.
വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് തുളസീദാസ രാമായണത്തിന് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത്. ഇതിന്റെ സമ്മാന തുക 30,000 രൂപയല്ലേ? ഓടക്കുഴലിന്റെ സമ്മാന തുക ആർക്കെങ്കിലും അറിയാമോ? ഒന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓടക്കുഴൽ സമ്മാന തുക ഓടക്കുഴൽ 30,000 ആണ് കേട്ടോ. 30,000 രൂപയാണ് സമ്മാന തുക. സ്ലൈഡിൽ ഇല്ല. 30,000 രൂപ എന്ന് പഠിച്ചു. അപ്പൊ എഴുത്തച്ഛൻ എത്രയാ? 5 ലക്ഷം. വയലാറോ 1 ലക്ഷം. വള്ളത്തോളോ 1,11,111. ഓക്കെ, ഓടക്കുഴലാണെങ്കിൽ 30,000 രൂപ എന്നും പഠിച്ചു. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഒരു ഓർഡറിൽ അങ്ങനെ ചോദിക്കട്ടെ. എഴുത്തച്ഛൻ, വയലാറ്, വള്ളത്തോൾ, ഓടക്കുഴൽ. ഒരു ഓർഡറിലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഒരേപോലെ ഉള്ളത്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ചോദിക്കാം. ചോദിക്കട്ടെ, 4 എണ്ണം വെച്ചിട്ട് ചോദിക്കട്ടെ. യെസ്. ഒന്നാമത്തത്, എഴുത്തച്ഛൻ 2023 കൊടുത്തത് എത്രാമത്തെ അവാർഡാണ്? 23 എത്രാമത്തെയാണ് എഴുത്തച്ഛൻ കൊടുത്തത്? 31. ഇനി വയലാറാണെങ്കിലോ 47. ഇനി വള്ളത്തോൾ 19 ലാസ്റ്റ് കൊടുത്തത്. അത് എത്രാമതായിരുന്നു? 29. ഇനി ഓടക്കുഴൽ 2023 കൊടുത്തത് 53. കേട്ടോ. അതിനി ഒരിക്കലും തെറ്റില്ല, ഞാൻ തെറ്റിച്ചതുകൊണ്ട് 53 അവാർഡാണ് യെസ് എന്നുള്ളതും നമ്മൾ കൊടുത്തു. ഓക്കെ, അത് 4 എണ്ണം കഴിഞ്ഞു അല്ലെ? 2023 ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാ? എസ് കെ വസന്തൻ. ഇനി വയലാർ അവാർഡ് 2023 കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47. ശ്രീകുമാരൻ തമ്പി. വള്ളത്തോൾ 23 എന്തായാലും കൊടുത്തിട്ടില്ല. 19 കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ റീസെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ സക്കറിയ എന്ന് വിളിച്ചു. ഓടക്കുഴലാണെങ്കിലോ ജി ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഗോപാലകൃഷ്ണൻ അല്ലെ? ഗോപാലകൃഷ്ണൻ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗോപികൃഷ്ണൻ ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഗോപികൃഷ്ണൻ. ഓക്കെ, ഇനി 5 ലക്ഷം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതിനി സെറ്റ് ആക്കണ്ട. ഓക്കെ, യെസ്. ഇനി കേരള സാഹിത്യ അക്കാദമിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നതെങ്കിൽ വയലാർ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് അല്ലെ? എന്നാൽ ആ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ സാഹിത്യ സമിതി എന്ന് നോട്ട് ചെയ്തു കേട്ടോ. വള്ളത്തോൾ സാഹിത്യ സമിതി എന്ന് വിളിച്ചു നോക്കാം. ഇനി ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്, അതും കിട്ടുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പൊ മടിയരുടെ മാനിഫെസ്റ്റോ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിയരുടെ മാനിഫെസ്റ്റോ ആരുടെ കൃതിയാണ്? മടിയന്മാരെ ദൈവത്തെ ആലോചിച്ച് ആതിരപ്പള്ളിയിൽ പനയുടെ മോൾ കവിത, മാംസഭൂജി, ഗോപികൃഷ്ണൻ അല്ലെ? കിട്ടൂലേ? കിട്ടണം കേട്ടോ. എന്നാൽ പ്രാണവായു ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണവായു 22 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പ്രാണവായു അംബികാസുധൻ മാങ്ങാടിന്റെ ആണെന്ന് പഠിച്ചു നോക്കാം. 1,11,111 രൂപ ഏതിന്റെ സമ്മാന തുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോളിന്റെ സമ്മാന തുകയാണെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, പി ഗോപികൃഷ്ണന് ഏത് കൃതിക്കാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ വള്ളത്തോൾ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിത മാംസഭോജിയാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, കവിത മാംസഭോജി. എഴുത്തച്ഛൻ പുരസ്കാരം 2022 ആർക്കാ? സേതുവിന്. 21 പി വത്സല. 20 പോൾ സക്കറിയ. 23 എസ് കെ വസന്തൻ അല്ലെ? എത്രാമത്തെ? 31. 47 വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെണ്ടുലം എന്നൊക്കെ പഠിച്ചു. കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്. ഒരു റിവിഷനും കൂടി, ഇത്തിരി റിവിഷനും കൂടെ ആയി കഴിഞ്ഞാൽ സെറ്റ് ആവൂലേ? മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണേ. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് ശ്രദ്ധയെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. പല പണിയുടെ ഇടയിലാണെങ്കിൽ രക്ഷ ഉണ്ടാവില്ല. യെസ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾക്ക് 4 അവാർഡുകൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു അവാർഡാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 22 20ാമത്തെ പുരസ്കാരമായിരുന്നു കിട്ടിയത് സേതുവിന്. ഓക്കെ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം
2022 പുരസ്കാരം 20ാമത് പുരസ്കാരം ആയിരുന്നു സേതുവിനാണ്. 20ലോ കെ സച്ചിദാനന്ദൻ. 19ലോ UA ഖാദർ. 18 NS മാധവൻ. ഓക്കെ, 22ലാണ് കൊടുത്തത്, 23 വന്നിട്ടില്ല. 22 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? സേതുവിനാണ് എന്ന് പഠിച്ചു നോക്കാം. 20 കെ സച്ചിദാനന്ദൻ, 19 UA ഖാദർ, 18 NS മാധവൻ എന്നും പഠിച്ചു കേട്ടോ. 19, 18 PSC പ്രാന്ത് പിടിച്ച PSC ചോദിക്കുള്ളൂ. 20 വരെയൊക്കെ നോക്കിയാൽ മതിയാവും കേട്ടോ. സേതു കെ സച്ചിദാനന്ദൻ എന്ന് പഠിച്ചു. 23 വന്നിട്ടില്ല. 23 വന്നിട്ടില്ലല്ലോ. 23 വന്നിട്ടില്ലല്ലോ. സാഹിത്യ അവാർഡ് മറ്റു പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മെയിൻ അവാർഡിൽ ഇല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ആയേനെ കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. 21 ഇല്ല, നമ്മൾ കൊടുത്തിട്ടില്ല. 23 ഞാൻ ചോദിച്ചത്. 23 ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. 22 20ാമത് പുരസ്കാരം സേതുവിനെ. 20 കെ സച്ചിദാനന്ദൻ, 19 UA ഖാദർ, 18 NS മാധവൻ എന്നും പഠിച്ചു. ഓക്കെ, സേതു എന്ന് പറയുന്നുണ്ട്. എ സേതു മാധവനാണ് മുഴുവൻ പേര്. ഓക്കെ, എ സേതു മാധവനാണ് മുഴുവൻ പേര്. 22ലാണ് 20ാമത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എ സേതു മാധവൻ. കൃതികൾ ഏതാണ്? പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, ചേക്കുട്ടി. ഓക്കെ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്ന് പഠിച്ചു പോകാം. സേതുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആത്മകഥ, അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന് പഠിച്ചു നോക്കി. ഇത് കറണ്ട് അഫയേഴ്സിലെ മറ്റു ടോപ്പിക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സേതുമാധവൻ എന്നും പഠിച്ചു കേട്ടോ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? എ സേതുമാധവൻ കേട്ടോ. പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, ചേക്കുട്ടി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് എന്ന് പഠിച്ചു കേട്ടോ. ചേക്കുട്ടി, അടയാളങ്ങൾ, പേടി സ്വപ്നങ്ങൾ, പാണ്ഡവപുരം, ഇതൊക്കെ സേതുവിന്റെ കൃതികളാണ് എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, എ സേതുമാധവനാണ് എന്ന് പഠിച്ചു കേട്ടോ. അപ്പോ 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാ? 23 SK വസന്തനാണെങ്കിൽ 22 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് സേതുവിനാണ്. SK സേതുമാധവനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ പാണ്ഡവപുരം, പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, ചേക്കുട്ടി എന്ന് പഠിച്ചു വെക്കാം. അക്കങ്ങളിൽ കുത്തിയ അക്ഷരങ്ങളും എന്താണ് പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ ജീവിതം ഒരു പെണ്ടുലം ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 വയലാർ അവാർഡ് ലഭിച്ച ശ്രീകുമാരൻ തമ്പിയുടെയാണ് എന്ന് പഠിച്ചു കേട്ടോ. എത്രാമത്തെയായിരുന്നു വയലാർ അവാർഡ്? ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെണ്ടുലം 47ാമത്തെ അല്ലെ? യെസ്, 47ാമത്തെ എന്ന് പഠിച്ചു നോക്കാം. 46ാമത്തെ ആർക്കാ കിട്ടിയത്? S ഹരീഷ്, മീശ എന്നും പഠിച്ച് അല്ലെ? യെസ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം 2023 ആർക്കാരായിരുന്നു? ആരായിരുന്നു? ഗോപികൃഷ്ണൻ എന്ന് പഠിച്ചു നോക്കാം. 22 ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അംബികാസുധൻ മാങ്ങാടെ, പ്രാണവായു എന്നും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. 20ാമത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതു. 2020 ലഭിച്ചത് കെ സച്ചിദാനന്ദൻ, 19 UA ഖാദർ, 18 S മാധവൻ. ഇനി അദ്ദേഹത്തിന്റെ എ സേതുമാധവന്റെ കൃതികളാണ് ഡിസ്കസ് ചെയ്തത്. അതും ഓക്കെയാണ് എന്ന് വിചാരിക്കും. ഓക്കെ ആണെങ്കിൽ 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് മാതൃഭൂമി. കുറച്ച് പൈസ കൂടിയതാണ്. 2001 ഏർപ്പെടുത്തിയത്. ആദ്യമായി നേടിയത് തിക്കോടിയൻ കേട്ടോ. ആദ്യമായി നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് തിക്കോടിയൻ എന്നും പഠിച്ചു.
മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 20-ൽ 22-ൽ 20ാമത്തെ പുരസ്കാരം സേതു മാധവൻ, 20-ൽ കെ സച്ചിദാനന്ദൻ എന്ന് പഠിച്ചു നോക്കാം. 2001-ലെ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമായി നേടിയത് തിക്കോടിയൻ 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രം. അപ്പൊ എഴുത്തച്ഛന് 5 ലക്ഷം രൂപ, വയലാറിന് 1 ലക്ഷം രൂപ, വള്ളത്തോൾ 1 ഓടക്കുഴൽ 30,000 രൂപയുള്ളൂ. മാതൃഭൂമി പുരസ്കാരം 3 ലക്ഷം രൂപ. സമ്മാന തുകകൾ പക്ക ചോദിക്കാറുണ്ട് അല്ലെ, സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കും. കിട്ടിയില്ലേ? യെസ്. അപ്പൊ അതും ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകുന്നു. അതുകൂടി നമുക്ക് എടുക്കാം എന്ന് തോന്നുന്നു. ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2023-ൽ 20ാമത് പുരസ്കാരം സി രാധാകൃഷ്ണൻ. അപ്പൊ നോക്കിയേ നിങ്ങൾ, ONV-യും മാതൃഭൂമിയും റീസെന്റ് ആയിട്ട് കൊടുത്തത് 20-ലാണ്, 20ാമത്തെയാണ് കേട്ടോ. ഇവിടെ 22ാമത്തെ 2022-ലാണ് 20ാമത്തെ കൊടുത്തതെങ്കിൽ ഇവിടെ 2023-ലാണ് 20ാമത്തെ കൊടുത്തത്. സി രാധാകൃഷ്ണൻ. ഓക്കെ. 22-ൽ ടി പത്മനാഭൻ ONV സാഹിത്യ പുരസ്കാരം. 2021-ൽ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വൈരമുത്തു. വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചു, വൈരമുത്തുവിന് കൊടുത്തത്. 20-ൽ എം ലീലാവതി എന്നും പഠിച്ചു. ഇത് കറണ്ട് അഫെയർ അല്ല, വേണമെങ്കിൽ വായനയിൽ ഉൾപ്പെടുത്താം. കറണ്ട് അഫെയർസിൽ ഇത്രയും മതി കേട്ടോ. സി രാധാകൃഷ്ണൻ, ടി പത്മനാഭൻ, വൈരമുത്തു, എം ലീലാവതി. 23, 22, 21, 20. ഓക്കെ. അപ്പൊ ONV സാഹിത്യ പുരസ്കാരം 2023-ൽ കൊടുത്തത് 20ാമത്തെ പുരസ്കാരമാണ്. സി രാധാകൃഷ്ണന് കിട്ടി 2022-ൽ. ടി പത്മനാഭന് കിട്ടി 21-ൽ വൈരമുത്തു, 20-ൽ എം ലീലാവതി എന്നും പഠിച്ചു കേട്ടോ. യെസ്. ഇനി ONV പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മാതൃഭൂമി പോലെ തന്നെ 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. അവിടെ 2001-ലാണ് ഏർപ്പെടുത്തിയെങ്കിൽ ഇത് പുതിയ പുരസ്കാരമാണ്. 2017-ലാണ് ONV പുരസ്കാരം ഏർപ്പെടുത്തിയത്. ONV കൾച്ചറൽ അക്കാദമിയാണ് ഇത് നൽകുന്നത്. ആരാണ് നൽകുന്നത്? ONV കൾച്ചറൽ അക്കാദമി കേട്ടോ. അപ്പൊ മാതൃഭൂമിയും ഇതും വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 20ാമത്തെയാണ് റീസെന്റ് ആയിട്ട് കൊടുത്തത് 2022-ലെ. ഇനി നമ്മുടെ ONV ആണെങ്കിലും 20ാമത്തെയാണ് കൊടുത്തത് കേട്ടോ. ഓക്കെ. ഇവിടെ 23-ലെ 20ാമത് പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാധാകൃഷ്ണൻ. ഓർഡറിൽ നിന്ന് പഠിച്ചേ, സി രാധാകൃഷ്ണൻ. ഓക്കെ. ടി പത്മനാഭൻ, വൈരമുത്തു ഒക്കെ PSC ചോദിച്ചതാണ് കേട്ടോ. വൈരമുത്തു, എം ലീലാവതി എന്നും പഠിച്ചു കേട്ടോ. ഓക്കെ. അപ്പോ സി ടി വൈ എം കേട്ടോ. CTYM എന്നുള്ള കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓപ്ഷനകത്ത് നിന്നൊക്കെ കിട്ടുന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. CTYM, സി രാധാകൃഷ്ണൻ, ടി പത്മനാഭൻ, വൈരമുത്തു ആൻഡ് എം ലീലാവതി എന്നും പഠിച്ചു കേട്ടോ. യെസ്. ഓക്കെ. ഫസ്റ്റ് കൊടുത്തത് ഡൗട്ട് ഉണ്ടോ? ONV-യുടെ ഫസ്റ്റ് എന്നാന്നുള്ളത് ഡൗട്ട് ഉണ്ടോ? നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2070 ആണല്ലോ. യെസ്. ONV 2017-ൽ തന്നെയാണ് ഏർപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ. യെസ്. ഈ അവാർഡ് ഏർപ്പെടുത്തി തുടങ്ങിയത് 2017-ലാണ്. അപ്പൊ 20ാമത്തെ എന്തായാലും ആവില്ലല്ലോ അല്ലെ. യെസ്. ഒരു മിനിറ്റ്. 20ാമത്തെ എന്തായാലും ആവില്ല. 2017-ലാണ് ഏർപ്പെടുത്തിയത്. അത് അതിന്റെ മുകളിലത്തെ ചിലപ്പോ എടുത്തപ്പോ അങ്ങനെ ഒന്നിച്ച് വന്നാണെന്ന് അറിഞ്ഞൂടാ. ONV പുരസ്കാരം 20 എന്തായാലും ആവില്ല. ലിസ്റ്റ് ഓഫ് വിന്നേഴ്സ് നമുക്ക് നോക്കാം. യെസ്. ഇവിടെ തന്നെ നമുക്ക് നോക്കാലോ, എല്ലാരും കാണുന്ന രീതിയിൽ. ONV സാഹിത്യ പുരസ്കാരം 7ാമതാണ് അല്ലെ.
17 കൊടുത്തത് സുഗതകുമാരിക്ക് കേട്ടോ. 17 സുഗതകുമാരി, 22 ടി പത്മനാഭൻ. ഓക്കെ, യെസ്, ടി പത്മനാഭൻ വരെ ഇവിടെ ഉള്ളൂ. 23 കൂടി നമ്മുടെ ഇതിനകത്തുണ്ട് കേട്ടോ. 23 കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വിക്കിപീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തില്ല. 2023 സി രാധാകൃഷ്ണൻ കേട്ടോ. സി രാധാകൃഷ്ണൻ എന്ന് പഠിച്ചു നോക്കാം. നമ്പർ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7ാമത്തെയാണ് കേട്ടോ. തിരുത്തുന്നു, 20ാമത്തെ അല്ല, 7ാമത്തെയാണ്. 7ാമത്തെ പുരസ്കാരമാണ് കേട്ടോ. ഓക്കെ, 2017 തുടങ്ങിയത്. ഇവിടെ എല്ലാവരും ഉണ്ട്. 17, 18, 19, 20, 21, 22, 23 കൂടി കൊടുത്തിട്ടുണ്ട്. 23 അവിടെ വിക്കിയിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. പഠിക്കുക, സി രാധാകൃഷ്ണൻ എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ, യെസ്, ഇത്രയേ ഉള്ളൂ അല്ലെ. 17, യെസ്, 3 കൂടി ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി ഇവിടെ തന്നെ ഉണ്ട്. ആകെ കിട്ടിയ 7 പേര് ഇവിടെ ഉണ്ട്. ഈ നമ്പർ മാത്രമേ തെറ്റുള്ളൂ. 20 അല്ല, 7 ആണ് എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 17, 18, 19, 20, 21, 22, 23 വരെ 7 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി. 23 സി രാധാകൃഷ്ണൻ, 22 ടി പത്മനാഭൻ, 21 വൈരമുത്തു, 20 എം ലീലാവതി. പിന്നെ ആദ്യത്തേത് സുഗതകുമാരിയാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. സുഗതകുമാരിയാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. 3 ലക്ഷം രൂപയും പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. 2017 ആരംഭിച്ചത്. ONV കൾച്ചറൽ അക്കാദമിയാണ് ആരംഭിച്ചത് എന്ന പോയിന്റും പഠിച്ചു കേട്ടോ. അപ്പൊ ONV അങ്ങനെ, മാതൃഭൂമി പുരസ്കാരം അങ്ങനെ, പിന്നെ ഓടക്കുഴൽ പുരസ്കാരം അങ്ങനെ, വള്ളത്തോൾ അങ്ങനെ, വയലാർ അങ്ങനെ, എഴുത്തച്ഛൻ അങ്ങനെ, യെസ്, അങ്ങനെ 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 അങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു 10 ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിരിഞ്ഞു പോയാൽ മതിയേ. ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ്. കട്ട് ഓഫ് എത്രയാണെന്നറിയോ? 6 മാർക്ക് കിട്ടണം ഈ പരീക്ഷ നിങ്ങൾ വിജയിക്കാൻ കേട്ടോ. ഓക്കെ, 6 മാർക്ക് കിട്ടണം. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതിനകത്ത് നിന്ന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ ഒരു 10 ചോദ്യം ചോദിക്കുകയാണ്. 6 എണ്ണം കിട്ടിയാൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം, ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഇതിന്റെ PDF ഞാൻ ഇന്ന് 11 മണിക്ക് ശേഷമായിരിക്കും അപ്ലോഡ് ചെയ്യുക. അതുവരെ എന്നോട് ആരും ചോദിക്കരുത് കേട്ടോ. കാരണം 10 മണിയുടെ ക്ലാസ്സിന്റെ തിരക്കുണ്ട്, വർക്കുണ്ട്. ഇതിന്റെ ഈ പറയുന്ന എന്താണ് നമ്മുടെ വാട്ടർമാർക്കൊക്കെ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സമയവും. പിന്നെ കുറച്ച് എഡിറ്റിംഗ് വർക്കുകൾ ഉണ്ട് അല്ലെ. 20 ഉള്ളത് 7 ആക്കണം. പിന്നെ അവിടെ ഒരു ലളിതാംബിക അന്തർജനത്തിന്റെ അഡീഷണൽ ഉണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ഞാൻ PDF അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, അപ്പൻ തമ്പുരാൻ ഒരു പഠനം എന്നുള്ളത് ആരുടെ കൃതിയാണ്? അപ്പൻ തമ്പുരാൻ ഒരു പഠനം എന്നുള്ളത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കൃതിയാ? SK വസന്തൻ എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. SK വസന്തൻ എന്ന് പഠിച്ചു നോക്കാം. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന 150ഓളം ആളുകളോടാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റി LGS ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് കേരള ഫാക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100-100ഓളം ചോദ്യങ്ങൾ നമ്മൾ രാത്രി 10 മണിക്ക് യൂട്യൂബില് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും പരമാവധി ലൈവിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളിവിടെ കേരള ഫാക്സിലെ മിക്സഡ് ചോദ്യങ്ങൾ ഇവിടെ ചെയ്യാന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് മാറ്റിയതാണ് രാത്രി 10 മണിക്ക്. യെസ്, അപ്പൊ നിങ്ങളൊരു എനർജി തരികയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂട്യൂബിലെ ക്ലാസ്സുകളായിട്ട് അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ SK വസന്തൻ. രണ്ടാമത്തെ ചോദ്യം, എത്രാമത്തെ വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് എന്ന് വിഷയം? എത്രാമത്തെ വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്? 47ാമത്തെ വയലാർ അവാർഡ് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം 2019 ആർക്കാണ് റീസെന്റ് ആയിട്ട് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരം 2019 പോൾ സക്കറിയ എന്ന് പഠിച്ചു നോക്കാം അല്ലെ. പോൾ സക്കറിയ എന്ന് പഠിച്ചു നോക്കാം. ഇതാണ് എന്റെ പേര്, നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആരുടെ കൃതിയാണ്? നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും. ഇതാണ് എന്റെ പേര്, അതും പോൾ സക്കറിയയുടെ ആണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, പ്രാണവായു ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രാണവായു ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബികാസുധൻ മാങ്ങാട് എന്ന് പഠിച്ചു. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് വിഷയം. യെസ്, ഗോപി കൃഷ്ണൻ എന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ സെറ്റ് ആണ്. ഓക്കെ, 2022 20ാമത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതു എന്ന് പഠിച്ചു നോക്കാം. അടുത്ത ചോദ്യം, സേതുവിന്റെ മുഴുവൻ പേരെന്താ? മുഴുവൻ പേരും ഇനീഷ്യലും വെച്ചിട്ട് PSC കളിക്കാറുണ്ട് അല്ലെ. എ സേതുമാധവൻ എന്ന് പഠിച്ചു നോക്കാം അല്ലെ. ഓക്കെ, എ സേതുമാധവൻ എന്ന് പഠിച്ചു നോക്കാം. 2023 ഏഴാമത് ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് വിഷയം. സി രാധാകൃഷ്ണൻ. കിട്ടുന്നുണ്ടോ? സി രാധാകൃഷ്ണൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. എന്നാണ് ONV പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു. ONV പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു, ഇപ്പോ നമ്മൾ തെറ്റിച്ച് പഠിച്ചു, 2017 എന്നും പഠിച്ചത് കേട്ടോ. 7ാമത്തെയാണ് ഇപ്പൊ കൊടുത്തത് സി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ 6 എണ്ണം കിട്ടിയോ ഇല്ലയോ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. യെസ് ഓർ നോ. 6 എണ്ണം കിട്ടിയോ ഇല്ലയോ? യെസ് ഓർ നോ. പത്തിൽ 10 കിട്ടിയോ? സന്തോഷം. 10ൽ 10 കിട്ടിയോ കുറെ പേർക്ക്? യെസ്. അപ്പൊ നമ്മളെ ഈ ക്ലാസ്സിൽ നമ്മൾ വിജയിച്ചു കേട്ടോ. ഓക്കെ, യെസ്. അത് പിന്നീട് വിജയിക്കണമെങ്കിൽ റിവിഷൻ വേണം, അത് നിങ്ങളുടെ കയ്യിലാണ്. യെസ്, തീർച്ചയായിട്ടും PDF കൂടി നോക്കുക, അതിൽ 1-2 അവാർഡുകൾ കൂടിയുണ്ട്, വായിച്ചു നോക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കോഴ്സ് ഇതുവരെ 1 മാസത്തോളായി. എന്താണ് ഇതിന്റെ റിവ്യൂ പറയാനുള്ളത്? കുഴപ്പമില്ലല്ലോ, നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നില്ല. ഇമ്പോർട്ടന്റ് ഇതില് നമ്മൾ എടുത്ത ഒറ്റ ടോപ്പിക്കും നമുക്ക് ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ പഠിക്കേണ്ട എന്നുള്ളതോ ഇല്ല. 20ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഒരു ദിവസം നമ്മളെ ആ മരണം കാരണം ലീവ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കി എന്താ പറയാ, ആഴ്ചയിൽ 5 ദിവസം വെച്ച് നമ്മൾ ക്ലാസ് പോകുന്നുണ്ട്. 20 ക്ലാസ് ആയി. 20 ക്ലാസ്സിലെ ഈ 30-ലധികം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മള് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനം വരെ ഇതേപോലെ തന്നെ നമ്മൾ പോകും. ഫെബ്രുവരി 7-ന് മുമ്പേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടെ വേഗത്തിൽ നമ്മൾ കവർ ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യാം. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 7510116655 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. LDCക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങും. ഇത് തീരുമ്പോഴത്തേക്ക് നമ്മളെ രാവിലത്തെ ക്ലാസ്സുകൾ ഏകദേശം തീരും. പിന്നെ നമ്മളെ കട്ടൻ ചായയോടൊപ്പം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന മോട്ടോയിലെ പോസ്റ്ററിൽ പുതിയ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് നമ്മൾ തുടങ്ങും. മാർച്ച് 1-ാം തീയതിയോ മാർച്ച് 5-ാം തീയതിയോ ഒക്കെ ആയിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. സി യു. ബൈ.